ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് തന്നെ ഇപ്പോൾ കേട്ടോ അടിച്ചു വാരലും ഒക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങുകയാണ്. കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് ഞാനിപ്പോൾ സാധാരണ ഞാൻ അടുക്കളയിൽ പലകയിൽ അങ്ങനെ ഇരിക്കലാണ് കേട്ടോ, ഫോണും നോക്കിയിട്ട്. കുട്ടികളെ വിട്ടിട്ട് ആ ഫോണും നോക്കി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കണം. ആ ഒരു സമയത്താണ് ഞാൻ നമ്മളെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യലും അതുപോലെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക. അതുപോലെ പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫോൺ തോണ്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ കമൻറ്റിനുള്ള റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുക, നമ്മളെ ചാനലിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യണത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളെയും പറഞ്ഞയച്ചിട്ട് അങ്ങനെ ഈ കുറച്ച് നേരം ഈ ഒരു പടിയുമ വന്ന് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഞാൻ എന്തായാലും കടി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് വേഗം മുറ്റം അങ്ങോട്ട് അടിച്ചു വാരിയിടുക, ചുറ്റും ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ സാധാരണ മുറ്റം അങ്ങനെ ചിലപ്പോൾ എനിക്ക് തോന്നിയ രാവിലെ അങ്ങോട്ട് അടിച്ചു വാരും, അല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു പണികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, നമ്മൾ അടിക്കൽ തുടക്കൽ കഴുകൽ മോറൽ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് തുടങ്ങുമല്ലോ. അങ്ങനെ എടുക്കുമ്പം അടിച്ചു വാരിയിട്ടിട്ട് നേരെ അടുക്കള മുറ്റത്തേക്ക് കൊണ്ടുപോയി അങ്ങോട്ട് തട്ടു കേട്ടോ എല്ലാം കൂടെ. എന്നിട്ട് പിന്നെ മുറ്റടിക്കൽ അതിന് ചെയ്യൽ. ഇപ്പം പിന്നെ പൊരിഞ്ഞ വെയിലാണല്ലോ, ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും നല്ല വെയിൽ വരികയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ അങ്ങോട്ട് മുറ്റം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഈ ഒരു രാവിലത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് ഒരു പ്രത്യേക ഇത് തന്നെയാണ്. നല്ല കിളികളും ആ ഒരു രാവിലത്തെ നമ്മളാ ഒരു പ്രഭാതം ഉദിച്ചങ്ങോട്ട് വരുന്ന ഒരു വർണ്ണനൊന്നും അങ്ങോട്ട് വരുന്നുമില്ല കേട്ടോ. അപ്പം ഒന്ന് നല്ലോണം ഒന്ന് പ്രഭാതത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിനൊക്കെ ഒന്ന് വർണ്ണിക്കാൻ വിചാരിച്ച് നോക്കുമ്പം അതും അങ്ങോട്ട് കിട്ടണില്ല. എന്തായാലും അതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ചു. എന്നിട്ടൊക്കെ ഒന്ന് മുറ്റമൊക്കെ അങ്ങോട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചെടികളൊന്നും തീരെ അങ്ങോട്ട് നോക്കാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, മര്യാദയ്ക്ക് നനക്കലോ താക്കലോ ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ പാടന്നെ വേഗം ചെടികളൊക്കെ ഒന്ന് ആ ഒരു ഓസൊക്കെ ഇട്ടിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായി. വൈകുന്നേരം തലേ ദിവസം നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിന്ന് രാവിലെ തന്നെ ഒന്ന് നനച്ചു കൊടുത്തതാണ് കേട്ടോ. എല്ലാം നാശമായി വരുന്നുണ്ട്, കുറേ ചെടികളൊക്കെ ഉണ്ടായതാണ്. പിന്നെ ഇപ്പോൾ ആകെ നിലനിർത്തി കൊണ്ടുപോകണത് ആ ഒരു മുറ്റത്ത് ചേതിമ വെച്ച ചെടികൾ തന്നെയാണ് കേട്ടോ. ഞാൻ ചേതി എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേതി പറയുന്നത് തിണ്ടല്ലേ, നമ്മളിവിടെ അങ്ങനെ പറഞ്ഞ ശീലമായി പോയിട്ടോ. ചേതി ആ തിണ്ടിന് തന്നെയാണ് ആ ചേതി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിമ വെച്ചിട്ടുള്ള ആ ഒരു ചെടികൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പിന്നെ ഉള്ളതിനെ നാശാക്കേണ്ട, അതൊക്കെയാണ് നല്ല ഇലച്ചെടികളുമാണ് കേട്ടോ. ഞാൻ കുറേയൊക്കെ ആദ്യം ഷെഡ് വെച്ചിട്ട് നമ്മളിവിടെ കൂടുന്ന ആ ഒരു സമയത്ത് ചെടീൻ്റെ പ്രാന്തായിരുന്നു കേട്ടോ എനിക്ക്. നമ്മൾ ഇവിടെ ഷെഡിൽ കൂടിയത് ആ കൊറോണേൻ്റെ ഒക്കെ ആ ഒരു സമയം, ആ ഒരു വർഷമാണ് കേട്ടോ നമ്മൾ ഷെഡ് ഉണ്ടാക്കി കൂടിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആർക്കും എവിടെയും പോവലുമില്ല, എല്ലാവരും ഒരു ചെടി നടുന്ന സീസണായിരുന്നു ഫസ്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഭാഗത്ത് ഞാൻ തന്നെ ഇനിയും തോന്നുന്നു കേട്ടോ ഈ ചെടി നടലിന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. തുടങ്ങി കൊടുത്താൽ മതി, ബാക്കി പിന്നെ ബാക്കിയുള്ളവരായിക്കോളും എന്ന് പറഞ്ഞ പോലെ ഇനി കേട്ടോ ഇവിടുത്തെ ഒരു കഥ. എന്തായാലും അന്ന് മുതലുള്ള കുറച്ച് ചെടികളൊക്കെ തന്നെയാണ് അന്നൊക്കെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, അതുപോലെ പച്ച ചാണകമൊക്കെ കലക്കിയിട്ടും പിന്നെന്താ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, വേസ്റ്റിൻ്റെ വെള്ളം അങ്ങനെയൊക്കെ നല്ല നോക്കിയതിന് കേട്ടോ. ആ പണ്ട് ഇട്ട് കൊടുത്ത ആ ഒരു വളത്തിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഉള്ള ആ ചെടികൾ ഒന്ന് നിലനിന്ന് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും, അങ്ങനെയുള്ളൂ കേട്ടോ, വേറൊന്നുമല്ല. ഇപ്പോൾ പിന്നെ പുതിയത് നട്ടുണ്ടാക്കണം അങ്ങനത്തെ ചിന്തയൊന്നും അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം വീടാവട്ടെ എന്നിട്ട് ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളെ മൈൻഡ് അങ്ങോട്ട് മാറിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഈ എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ വീഡിയോ എവിടേക്കോ എത്തിയില്ലേ. അങ്ങനെ മുറ്റടിച്ചു വാരലും ചെടി നനക്കലും കഴിഞ്ഞു. പിന്നെ നമ്മൾ കിടന്നെണീറ്റ് നാച്ചിമോനും എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി ആ ഒരു റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതപ്പും കാര്യങ്ങളും അതൊക്കെ ഒന്ന് മടക്കി വെച്ചു, എല്ലാം ഒന്ന് വൃത്തിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അലക്കാനും ഉണ്ടായിന് കേട്ടോ, കുറേ ഉണ്ടായിരുന്നു അലക്കാൻ. തലേ ദിവസം അലക്കിയിട്ടില്ലേനു, എനിക്കൊരു വൈക്ക് വരെ പോകാനുണ്ടായിന്, അതുകൊണ്ട് ഞാൻ തലേ ദിവസം എനിക്ക് അലക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് രാവിലെ തന്നെ അലക്കാനുള്ളത് അങ്ങോട്ട് ഇടുകയാണ്. കല്ലുമ്മലും ഉണ്ട് കേട്ടോ ലോഡ് അലക്കാൻ, പുതിയതും അങ്ങനത്തെ ഒന്നും ഞാൻ മെഷീനിൽ ഇടലില്ലേ. അപ്പം മെഷീനിൽ ഇടാൻ പറ്റുന്നതൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കല്ലിലുള്ളത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അലക്കാൻ വിചാരിച്ചിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മീൻ വണ്ടീൻ്റെ ഒച്ച കേട്ടു. ഞാനും നാച്ചി ഫസ്റ്റ് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു, ഞാനും നാച്ചിയും കൂടെ പോയിട്ട് ഒന്ന് മീനൊക്കെ വാങ്ങി കൊടുന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലത്തെ കടിക്കും കൂടെ അങ്ങോട്ട് കറിയാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ
എന്താണ് ചോറിനും കടിക്കും കൂടെ ഒക്കെ അങ്ങോട്ട് കറിയാവുമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ മീൻ വാങ്ങാൻ പോയാൽ മിക്കവാറും മത്തി കണ്ടാൽ ഞാൻ മത്തി വാങ്ങിയിട്ട് വരും കേട്ടോ. നല്ല മത്തി ആയിരുന്നു. അയിലുണ്ടെങ്കിൽ അയില വാങ്ങാമെന്ന് ഇനി വിചാരിച്ചത്. പിന്നെ ഭയങ്കര വിലയുമാണ് കേട്ടോ. ഇക്കയാണെന്നുണ്ടെങ്കിൽ വില നോക്കാണ്ട് മീനൊക്കെ വാങ്ങി വരും. ഞാൻ വിലയൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ മീൻ വാങ്ങുള്ളൂ കേട്ടോ. പിശുക്കത്തി ആയിട്ടൊന്നല്ല, അങ്ങനെയാണെന്ന് മാത്രം. എന്തായാലും ഞാൻ മീനൊക്കെ വാങ്ങി വന്നു. മീനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് നന്നാക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ കറിക്കുള്ളതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. കറീൻ്റെ ആ ഒരു കറി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ സാൽന എന്ന് പറയുന്നു. പിന്നെ ഓരോരുത്തർ കളിയാക്കുവായിരുന്നു കേട്ടോ. സാൽന അറിയണ എന്താണിട്ട്. എന്തായാലും മീൻ കറിക്കുള്ള കറി അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കടി ഉണ്ടാക്കുന്നത് പൂരിയാണ്. കുറച്ച് ഉണ്ടാക്കണമല്ലോ കേട്ടോ. കുറച്ച് പൂരി ഉണ്ടാക്കാൻ ഞാൻ കടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നലെ തലേ ദിവസത്തെ നമുക്കൊരു നേർച്ചക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് മച്ചൂർ ഗുണ്ടറ ഒരു കാട്ടിനുള്ളിൽ ഒരു മക്കാമുണ്ട്. അപ്പോൾ ആ ഒരു മക്കാമിൽ നേർച്ചക്ക് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേർച്ചച്ചോറ് കൊണ്ടുവന്ന് നെയ്ച്ചോറായിരുന്നു കൊടുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെത് ഉണ്ടായിരുന്നു കേട്ടോ ചോറ്. അപ്പോൾ പിന്നെ ഞാൻ അത് മതിയെന്ന് വിചാരിച്ച് മീൻ വാങ്ങിയിട്ട് കറിയാക്കിയിട്ട് ആ ചോറ് നല്ലോണം ആവി കയറ്റിയിട്ട് അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടി ഇതാട്ടോ എണീച്ച് വന്നപ്പോൾ എന്നോട് പൂരിയോ ദോശയോ എന്തെങ്കിലും ചുട്ട് തരുമോ ചോദിച്ചപ്പോൾ എനിക്കൊരു ഇടങ്ങാറ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പൂരി അവർക്ക് ചുട്ട് കൊടുക്കുക, ബാക്കി നെയ്ച്ചോറും കൂടെ ആയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനേക്കുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ആട്ടപ്പൊടി. അതിൻ്റെ ഇടയിൽ നാച്ചിമോനെ ഓന് പുറത്ത് സൈക്കിൾ ഓടിച്ച് കളിക്കുന്നതിന്. അപ്പോൾ വഴുതനങ്ങ ചെടിയുമ്പോൾ കുറച്ച് വഴുതന ഉണ്ടായി. ഞാൻ കുറേ ദിവസമായി കാര്യം അത് പറിക്കണം എന്ന് വിചാരിക്കണം. അതിൽ ഇങ്ങനെ മൂത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടി ചെറുതും വലുതും മൂത്തതും മൂക്കാത്ത ഉള്ളതും മൊത്തം പറിച്ച് ചെയ്തിയുമ്പോൾ കൊണ്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ എടുത്ത് അകത്തൊക്കെ കൊണ്ടുപോയി വെച്ചതൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ ഞാൻ അതിലേക്കുള്ള മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ പുളിവെള്ളം, ഉപ്പും ഒക്കെ വേണ്ടതൊക്കെ അതിലേക്ക് വേണ്ടതൊക്കെ അതിനാണ്ട് കൊടുത്ത് കറി അവിടെ റെഡിയാക്കി. പിന്നെ കറി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ മീൻ നന്നാക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അത് നന്നാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിയിലേക്കുള്ളത് കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊരിക്കാനുള്ളത് പിന്നെ പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊരിക്കൽ പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ ചോറ് വയ്ക്കാൻ നേരത്തൊക്കെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കറിയും അവിടെ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇതാട്ടോ പൂരിയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാച്ചിമോനെ വിളിക്കാൻ ഇതാ അവൻ്റെ കൂട്ടുകാരൻ വന്നിക്കണ്. കൂട്ടുകാരൻ അനിയൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. രണ്ടാളൊക്കെ തന്നെയാണ് കളിക്കുക. അപ്പോൾ ഓൻ വന്നേരം ചായ വരെ കുടിക്കാണ്ട് നാച്ചി ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ അവൻ്റെ കൂടെ. പിന്നെ ഞാൻ വല്ല വിളിച്ചു കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരിത് അവിടെ ഓരോ കളിയിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം എൻ്റെ അലക്കലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ബാക്കിയുള്ളതൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം അലക്കാനുള്ള തുണികൾ ഒലുമ്പലും മാറിയിടലും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം ഒരു തല മുതൽ ഈ തല വരെ ഒതുക്കാനും പെറുക്കാനും വൃത്തിയാക്കാനും അടിച്ചു വരാനും തുടക്കാനും പാത്രം കഴുകാനും എല്ലാം ഉണ്ടായി. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് ഇതന്നെ ഇങ്ങനെ കാണുമ്പോൾ ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയണവരാണ് അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ പറയും കേട്ടോ, എൻ്റെ പാത്രം കയറും അടിച്ചാലും കണ്ട് മടുത്ത് അറിയുമ്പോൾ. അപ്പോൾ നമുക്കൊരു ഇടങ്ങാറ് തന്നെയല്ലേ. പിന്നെ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ വേറെ ഇതിലൊക്കെ ഒന്നും പോകുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ വെറൈറ്റീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അതും അങ്ങനെയൊക്കെ ഇടാറുണ്ട്. ഇനി ഏത് രീതിയിൽ ഏത് വീഡിയോ ഇട്ടാലും കണ്ട് സപ്പോർട്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഒരാളെയായിട്ട് അങ്ങനെ എടുത്ത് പറയണില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയും എനിക്ക് സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ഇക്കാൻ്റെ ഇവിടുത്തവരാണെങ്കിലും ഇൻ്റേതാണെങ്കിലും എല്ലാവരും പിന്നെ വീഡിയോ എടുക്കാനും ഇടാനും ആ ഒരു രീതിയിലൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുതന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറി ആയിനല്ലോ, നെയ്ച്ചോറും ഒന്ന് ആവിയേറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഞാൻ മുരിങ്ങച്ചപ്പ് വാങ്ങി കൊടുന്നില്ലേനു. അതിമെന്ന് ഞാൻ കുറച്ചേ അന്ന് താളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി നല്ലോണം ഒരു കവറിൽ കെട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഒരു ഇലയും കൂടെ എടുത്തൊന്ന് താളിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു താളിപ്പ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പ് താളിക്കുക. ചപ്പ് പറഞ്ഞാൽ എല്ലാത്തിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം മുരിങ്ങച്ചപ്പിനോടാണ്. അപ്പം മുരിങ്ങച്ചപ്പ് താളിച്ചതും മീനും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് വയ്ക്കുക. ഒരു തോന്നിയാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അതിങ്ങനെ ഇവിടെ നന്നാക്കിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇല്ലീമെന്ന് ഇങ്ങനെ ഈർന്നെടുത്ത് ബാക്കി കത്തിയും കൊണ്ട് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ഇടും. അതൊക്കെ തന്നെ കേട്ടോ പണി. അപ്പോൾ പിന്നെ പെട്ടെന്നായി കിട്ടുമല്ലോ.
പിന്നെ അതൊക്കെ വേഗം നന്നാക്കി എടുത്തു. പിന്നെ ഇതാട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു. ചപ്പൊക്കെ ഇട്ട് കൊടുത്തു. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മളെ താളിപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയണതാണ്, എന്നാലും വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുമ്പം എങ്ങനെയാ അതൊന്ന് പറയാണ്ടിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചപ്പ് താളിക്കലും കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മളെ കുളിയും നിസ്കാരവും ചോറയിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതാ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നടക്കാൻ പറഞ്ഞാൽ പുഴയിലേക്കാണ് കേട്ടോ പോണത്. ഈ മക്കളൊരു സ്വൈര്യം തരുന്നില്ല കേട്ടോ. അനിയൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്, താത്താൻ്റെ മോനുണ്ട്, പിന്നെ നമ്മളെ അയൽവക്കത്തുള്ള രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നുണ്ട് പറഞ്ഞപ്പം നാഫീലിയൊക്കെ കൂടെ ആയിട്ട് ഓരും അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തറവാടിൻ്റെ അതിലെ താഴെ വയലിൽ കൂടെ അങ്ങനെ പോകുകയാണ്. കുട്ടികൾ ഇന്നലെ നമ്മൾ പുഴയിൽ പോട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്നിട്ട്. കാരണം നമ്മളില്ലാണ്ട് ഓരെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലേ നല്ല ഇതുണ്ടാവില്ല നമുക്ക്. എന്തൊക്കെയാണ് ഇവർ വെള്ളത്തിൽ പോയിട്ട് ചാടി കൂടി കളിക്കുക, കുട്ടികളൊക്കെ കൂടെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കളിയും ചിരിയൊക്കെ ആകുമ്പോഴേ എന്തൊക്കെ ആയി തീരുന്നൊന്നും അറിയൂല. അതുകൊണ്ട് ഞങ്ങൾ താത്ത പറഞ്ഞ് നമുക്ക് നാളെ പോവാന്ന്. അപ്പോൾ പിന്നെ നാളെ ആയപ്പോൾ ഒരു പിന്നെ ഞങ്ങൾക്ക് സ്വൈര്യം തരുന്നില്ല കേട്ടോ. നിങ്ങൾ ഇന്നലെ കൊണ്ടുപോകാൻ അറിഞ്ഞില്ലേ വരീന്ന് പറഞ്ഞ് ഞങ്ങളെ വലിച്ച് കൊണ്ടുപോയതാണ്. എന്തായാലും മക്കളെ പേരിൽ ഞങ്ങളും ഒന്ന് അങ്ങോട്ട് ഇറങ്ങി എന്നുള്ളതാട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പുഴയിലേക്ക്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ നാട്ടിലുള്ള മൊത്തം മക്കളും ആ ഒരു പുഴയിൽ വെള്ളത്തിലുണ്ട് കേട്ടോ. ചെക്കന്മാരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുക വെറുതെ ആണോ ഇവരിങ്ങനെ ഇളകണത് എന്ന്. അതൊക്കെ കഴിഞ്ഞിതാ വലിയ രണ്ടാൾക്കാരെ ഞങ്ങൾ ഒരു സൈഡിൽ കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചെറിയൊരു ഇടിയും മിന്നലും ഒരു മൂടലൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ, മഴേൻ്റെത്. പിന്നെ വീഡിയോയും എടുക്കണില്ല, ഒന്നുമില്ല. മക്കളെയൊക്കെ വാരിക്കൂട്ടി ഞങ്ങൾ ഒരു ഓട്ടം ഓടിയിട്ടുണ്ടായിന് കേട്ടോ പെരയിലേക്ക്, ആ വയലിൽ കൂടെ തന്നെ. എന്തായാലും ആരും നനഞ്ഞതായിട്ടൊന്നുമില്ല. കറക്റ്റ് നല്ല ആ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പുരയിലേക്ക് എത്തിയിട്ടുണ്ടായിന് കേട്ടോ. മഴ പെയ്യും എന്നുള്ള ആ ഒരു തോന്നൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾ പുഴയിൽ നിന്ന് വേഗം മക്കളെയൊക്കെ വെള്ളത്തിൽ നിന്ന് കയറ്റി വേഗം മാറ്റി ഒരുങ്ങി ഇങ്ങോട്ട് ഓടി പോന്നിട്ടുണ്ടായിന് കേട്ടോ. തുള്ളി ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ വയലിൽ കൂടെ ഓടുകയാണ്. എന്തായാലും ഓടി പുരയിലേക്ക് എത്തിയാണ്. വീട്ടിലെത്തിയാലാണ് കേട്ടോ പിന്നെ നല്ല മഴ പെയ്തത്. അങ്ങനെ ഇതാ ഞാൻ വന്ന വഴിക്ക് തന്നെ വേഗം എനിക്ക് കട്ടൻ ചായ കുടിക്കാനൊരു പൂതി. മഴയും കൂടെ പെയ്ത് നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഒരു കടിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊരു തോന്നലല്ലേ. അപ്പോൾ വേഗം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി. പിന്നെ രാവിലത്തെ ഭൂരി ചുട്ടതിൻ്റെ ഒരു ഇത്തിരി മാവ് ഞാൻ വൈകുന്നേരം മക്കൾക്ക് വേണമെങ്കിൽ ഭൂരി ചുട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭൂരി വേണ്ട വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കി താന്ന് പറഞ്ഞപ്പോൾ പക്കവട ചുട്ടുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എനിക്ക് മടിയായിട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു ഭൂരീൻ്റെ മാവ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ തേങ്ങ ഉണ്ടായിരുന്നു പൊട്ടിച്ചത്. അപ്പോൾ ആ തേങ്ങയും പഞ്ചസാരയും കൂടെ വറക്കൊന്നും ചെയ്തില്ല, വെറുതെ തേങ്ങ ചിരണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാര ഒന്ന് മിക്സാക്കി നമ്മളെ ഈ ഒരു അട ഉണ്ടാക്കൂലേ പണ്ടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ആ ഒരു അടല്ലേ, ആ ഒരു അട ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു. ആ ഭൂരീൻ്റെ മാവ് അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് പ്രസ്സിൽ പരത്തിയിട്ട് അതിൽ ആ ഒരു ഫില്ലിങ്ങും ഇട്ട് കൊടുത്തതാട്ടോ. അതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ച് ആ ഒരു പൂവ് പോലെ പണ്ട് ഇങ്ങനെ തന്നെ അതിനിട്ടോ ഉണ്ടാക്കുക. അന്ന് അച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഞാൻ ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. എനിക്കും സംഭവം ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ഈ ഒരു അട. പിന്നെ നമ്മളൊന്നിനും അങ്ങോട്ട് മെനക്കെടൂലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നോമ്പിന് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കൂലേ. പക്ഷേ നോമ്പ് കഴിഞ്ഞാൽ ഇതുപോലെ വല്ലപ്പോഴും ഒന്ന് ആക്കിയാലായി. പിന്നെ കുട്ടികൾ ആ ഒരു പുഴയിൽ നിന്ന് വന്ന് മഴയൊക്കെ അങ്ങോട്ട് പെയ്തപ്പോൾ കുട്ടികളെ പോലെ തന്നെ ഒരു പൂതി എനിക്കും വന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇതാ അടയൊക്കെ പൊരിച്ച് കഴിഞ്ഞാണ് പിന്നെ നമ്മളിതാ കട്ടൻ ചായ ഒക്കെ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും വേഗം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.